എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഞാൻ ദേവി മഹാത്മ്യം നമുക്കറിയാം. ഞാൻ അതിന്റെ അതിലോട്ട് കയറുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അനേക വർഷത്തെ ഉപാസന, അനേക വർഷത്തെ ജപങ്ങള്, അതിനുശേഷം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ വ്യക്തിയല്ല പറയുന്നത്, ഉപാസനയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോ തോന്നാം എനിക്ക് ആ സത്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മൾ ജ്ഞാനം അതിനെ വിജ്ഞാനമാക്കി തീർക്കുക എന്ന് പറയുന്നത് എന്താണ്? എക്സ്പീരിയൻസ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ തോന്നും നമുക്ക് ചിലപ്പോ 10 വർഷം 15 വർഷം ഉപാസനയിൽ കയറി, പക്ഷെ എനിക്ക് എന്താണ് എല്ലാരും പറയുന്ന അനുഭവം ഉണ്ടായില്ലല്ലോ എന്ന് ചിലപ്പോ തോന്നാം. അപ്പൊ അങ്ങനെ അതിനുള്ള അത് എന്തുകൊണ്ടാണ് എനിക്ക് വരാത്തതെന്ന് ഓരോ ഉപാസകന്റെയും ഉള്ളിൽ തോന്നാം. കാരണം അതിന്റെ ആ ഒരു റീസൺ അത് എല്ലാവർക്കും അന്വേഷിക്കാം. എല്ലാരും പറയുന്നു എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പൊ നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് എനിക്ക് അനുഭവം ഉണ്ടാകാത്തത്? ഇന്റലക്ച്വലി നമ്മൾ പറയുന്നു അഹം ബ്രഹ്മാസ്മി. ഈ കാരണം എല്ലാ ടെക്സ്റ്റുകളും നമ്മളെ പഠിപ്പിക്കണു അഹം ബ്രഹ്മാസ്മി, അതാണ് ഞാന്, തത്വമസി മഹാവാക്യം എല്ലാം പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. നമുക്ക് ഇത് വെളിയിൽ പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ഉള്ളില് സാധനാ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ ഒരു മനസ്സിന്റെ ഒരു ആവലാതി, അത് നമ്മൾ തന്നെ പറയും, ഈശ്വര അവര് പറയുന്നല്ലോ, ഇങ്ങനെ പലയിടത്തും പല ടെക്സ്റ്റുകളിലും അനുഭൂതിയായിട്ട് എഴുതി വെക്കുന്നല്ലോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായില്ല? എന്തുകൊണ്ട് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല? കാരണം അമ്മ ആനന്ദ സ്വരൂപിണിയാണ്. അപ്പൊ ഇതിനകത്ത് പക്ഷെ നമ്മൾ ദുഃഖിതരാണല്ലോ. ഞാൻ ഇത്രയും ആനന്ദ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ ഉപാസിച്ചിട്ട് എനിക്ക് ദുഃഖങ്ങൾ വരുന്നല്ലോ. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ദുഃഖങ്ങള് വരുന്നത്? അത് എന്താണ് കാരണം, അല്ലെ? അപ്പൊ ശാസ്ത്രങ്ങളാണ് ഇതിന്റെ നമുക്ക് ഉത്തരം തരുന്നത്. കാരണം ശാസ്ത്രങ്ങൾ പറയണു അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാസനകളാണ്. അനേക ജന്മങ്ങളിലൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വാസനകള്, അതായത് വാസന ഓഫ് സോ മെനി ബേർഡ്സ്. നമ്മുടെ ജന്മങ്ങള്, അതില് ലോട്ട്സ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, നമ്മുടെ മലങ്ങള്, അഴുക്കുകള് നമ്മുടെ മനസ്സില്, അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തില് ഒരു മണ്ണ് പോലെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ അത് മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിന് വെളിച്ചപ്പെടാൻ സാധിക്കുന്നില്ല. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നു, ഒരു കുടത്തിനകത്ത് 9 ദ്വാരങ്ങളുള്ള കുടത്തിനകത്ത് കത്തിച്ചു വെച്ച് വിളക്ക് പോലെ ഇരിക്കുന്ന ആത്മാവിന്റെ സ്വപ്രകാശത്തെ വെളിയിലോട്ട് പ്രകാശിപ്പിക്കാൻ പറ്റുന്നില്ല. എന്താ? ദ്വാരങ്ങളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. മൺകുടമാണ്, അല്ലെ? അപ്പൊ അതിനകത്തുള്ള പ്രകാശം വെളിയിലേക്ക് വരുന്നില്ല, അതിന്റെ സ്പാർക്സ് വരുന്നില്ല. എന്താ അതിന് കാരണം? അപ്പോ പൂർവജന്മാർജിത കർമ്മങ്ങളാണെന്ന് ശാസ്ത്രം പറയണു. അതുകൊണ്ട് നമുക്ക് കാരണം ഇതാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്, അനുഭവം ഉണ്ടാകാത്തത്. ഈശ്വരനെ കുറിച്ച് ഒരുപാട് പറയുന്നു, എന്റെ ഉള്ളിലാണെന്ന് പറയണു, പക്ഷെ അനുഭവം വരാതെ ഒരാൾക്ക് വിശ്വാസമില്ല. തീ പൊള്ളുന്നു പറഞ്ഞാല് തീയിൽ തൊട്ട് കഴിഞ്ഞാലേ നമുക്ക് പൊള്ളുന്നു എന്നുള്ള ആ ഒരു അനുഭവം നമുക്കുണ്ടാവും. അപ്പൊ ഈശ്വരനെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്, എനിക്കറിയാം എന്റെ ഉള്ളിലാണെന്ന്, പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ഇല്ലേ? നമ്മൾ ഈശ്വരന്റെ പുറകെ ഓടുകയാണ്. കാരണം എന്താ? നമ്മളെക്കാളും ശക്തിയുള്ള ഒരു ഈശ്വരൻ, നമുക്ക് അനുഗ്രഹങ്ങൾ തരാൻ പറ്റുന്ന ധാരാളം, നമുക്ക് എപ്പോഴും ആവശ്യങ്ങളാണില്ലേ? ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈശ്വരന്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സെന്ന് പറയുന്നത് എന്താ? ഒരുപാട് വസ്തുക്കളില്, ബാഹ്യ വസ്തുക്കളിൽ കുരുങ്ങി നിൽക്കുന്നു. അപ്പൊ നമ്മള് ഉപാസനാ മാർഗം സ്വീകരിച്ചു, ഉപാസനാ മന്ത്രം സ്വീകരിച്ചു, പക്ഷെ നമ്മുടെ മനസ്സ് അതിൽ മാത്രമാണോ ഉറച്ചിരിക്കുന്നത്? നമ്മളൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. എന്റെ മനസ്സ് എവിടെയാണിപ്പോ? ഞാൻ എടുത്തിരിക്കുന്ന ഉപാസന ദേവതയിലാണോ? അതിലെനിക്ക് പൂർണ്ണ വിശ്വാസം വന്നിട്ടുണ്ടോ? ആ മനസ്സ് അതിൽ ഉറപ്പിക്കാൻ പറ്റണുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് ഈ സത്യത്തെ എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 കാര്യം. അതിന് മല വിക്ഷേപ ആവരണങ്ങൾ എന്ന് പറയും. കാരണം വിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലെ? മൈൻഡ്, നമ്മുടെ മനസ്സെന്ന് പറയുന്ന ചഞ്ചലാത്മകമാണ്. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ ചഞ്ചലത്വത്തിൽ നിന്ന് മനസ്സിനെ അതിൽ നിന്ന് പുറത്ത് വരണം. കാരണം വേദങ്ങൾ പറയണു, വേദങ്ങള് 3 കാണ്ഡങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ്? കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് പറയുന്ന 3 കാണ്ഡങ്ങൾ പറയുന്നുണ്ട്. എന്താണ് കർമ്മകാന്ഡം? ശരിക്കും പറഞ്ഞാല് മനസ്സ് ചഞ്ചലമാകാൻ കാരണം രാഗദ്വേഷങ്ങളാണ്. അപ്പൊ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പ്യൂരിറ്റീസ്, അതായത് അതിന്റെ അഴുക്കുകൾ,
ആ ഓരോ കർമ്മത്തിനും നല്ലത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫലങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം നമ്മുടെ സൂക്ഷ്മ ശരീരത്തില്, അതായത് നമ്മുടെ ആത്മാവിനെ മറയ്ക്കും. അപ്പൊ നമ്മൾ എങ്ങനെ കർമ്മം ചെയ്യണം? എന്താണ് കർമ്മകാണ്ഡം നമ്മളോട് പറയുന്നത്? ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം ചിത്തശോധനം മുക്തി സാധനം. ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുക. എല്ലാത്തിന്റെയും ഉള്ളിൽ ഈശ്വരനെ കാണുക. ഈശ്വരന്റെ നിയോഗമായിട്ട് കണ്ട് എന്റെ കർമ്മങ്ങളെല്ലാം അവിടെ അർപ്പിച്ച് ചെയ്യുക. അത് കാലക്രമേണ എന്തിനു നമുക്ക് ഉപകരിക്കും? ചിത്തശോധനം, ചിത്തത്തിന്റെ ശുദ്ധിക്കായിട്ടത് പ്രയോജനപ്പെടും. ആ ചിത്തശുദ്ധി നമ്മളെ മുക്തിപദത്തിൽ എത്തിച്ചേർക്കും. ഇത് ഞാൻ പറയുന്നതല്ല, വേദങ്ങളില് കർമ്മകാണ്ഡം പറയുന്നതാണ് അല്ലെ. നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ധർമാർത്ഥ കാമം എന്ന് പറയുന്നത്. മോക്ഷമാണ്. അത് സാധാരണ മനുഷ്യർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. ആ മോക്ഷം എന്ന് പറയുന്നത് വിദൂരമായിട്ട് ഒരു മരണത്തിന് ശേഷം കിട്ടുന്ന എന്തോ ആണെന്ന് അവർ വിചാരിക്കുന്നു. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പുണ്യത്തിനെ, എത്രത്തോളം പുണ്യം നമുക്ക് കിട്ടാമോ അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, എല്ലാ വേദത്തിലെ ബ്രാഹ്മണങ്ങളുണ്ട്, സംഹിതകളുണ്ട്, എല്ലാം 70% വേദത്തില് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ കർമ്മം എന്ന് പറയുന്ന, അഥവാ നമ്മൾ കർമ്മം എന്ന് പറയുന്ന ക്രിയ, നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ ഓരോരുത്തരെ അനുസരിച്ച് അത് എന്താണ്, അതിന്റെ ആ ഒരു വിവിധങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ, ഓരോരുത്തർക്കും വിധി നിശ്ചയിച്ച കർമ്മങ്ങൾ, അതായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഡെസ്റ്റിൻഡ് ആയിട്ട് ഒരു അമ്മയായിട്ട് ജനിച്ചു, ആദ്യം എന്താ? ആ മാതൃധർമ്മം. അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, സഹോദരധർമ്മം, ഭ്രാതൃധർമ്മം, എല്ലാം ഓരോന്നിനും ധർമ്മത്തെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോ എന്താണ് ഈ കർമ്മകാണ്ഡം എന്ന് പറയുന്ന നമ്മുടെ കർമ്മത്തെ, കാരണം നമ്മളെല്ലാവരും ജനനത്തിന് കാരണം നമ്മുടെ കർമ്മങ്ങളാണ്. അപ്പൊ ആ കർമ്മം ശുദ്ധമായിട്ട് ഈശ്വരാർപ്പിതമായിട്ട് ചെയ്ത് യാതൊരു ഫലപ്രതീക്ഷയില്ലാതെ എപ്പോഴാണോ ഭൂമിയിൽ വന്നത് അവനവന്റെ കർമ്മങ്ങള് ശുദ്ധമായിട്ട് ധർമാർത്ഥ കാമ മോക്ഷത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ഒരു ഈശ്വരനെ അതാണ് ഈശ്വരാർപ്പിതം. ഏത് കർമ്മം ആർക്ക് വേണ്ടി ചെയ്താലും സിൻസിയറായിട്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതിലൂടെ നമ്മൾ എന്താ, നമ്മുടെ ചിത്തം ശുദ്ധിയാവും. അവിടെ എന്താ, എനിക്ക് മമത്വം അവിടെ വരുന്നില്ല. ആ ശുദ്ധമായ മനസ്സ് നമ്മളെ മോക്ഷത്തിലെത്തും. എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ഉപാസനാ മാർഗത്തിൽ കയറിയിട്ട് നമുക്ക് അനുഭവം കിട്ടാത്തത്? നമ്മുടെ മനസ്സിലെ നമ്മുടെ സൂക്ഷ്മ ശരീരം പലതും കൊണ്ട് മറച്ചു കളഞ്ഞു. ആവരണ വിക്ഷേപങ്ങൾ അല്ലെ, മനസ്സിന് വിക്ഷേപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ആവരണം വിക്ഷേപം. അപ്പൊ നമുക്ക് ഈ ആവരണം വിക്ഷേപം മാത്രമല്ല, പിന്നെന്താ, ആ ഒരു മലങ്ങള്, 3 മലങ്ങള് നമ്മളെ മറച്ചിരിക്കണം. അപ്പൊ ഇതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാമത്തെ കാണ്ഡം എന്താ പറയുന്നത്? ഉപാസനാ കാണ്ഡം. ആദ്യത്തെ നമ്മൾ കർമ്മകാണ്ഡം കണ്ടു, രണ്ടാമത്തത് ഉപാസനാ കാണ്ഡം. ഉപാസനാ കാണ്ഡം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ എന്താണ്, നമുക്ക് ഇഷ്ടമനുസരിച്ച് അത് ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു ഫാൻസീസിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് മനസ്സും ബുദ്ധിയും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈ ശാസ്ത്രങ്ങൾ ആരാണ് എഴുതി വെച്ചത്? ശാസിക്കാൻ പറ്റുന്നവരാരാ? നമ്മുടെ ഗുരുപരമ്പര അല്ലെ. അവരെഴുതി വെച്ചിരിക്കുന്ന ശാസ്ത്രങ്ങള്, അത് നമുക്കായിട്ട് അതിനകത്ത് മാറ്റാനോ പുതിയതായിട്ട് അതിനകത്ത് ആഡ് ചെയ്യാനോ സ്വന്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനോ യാതൊരു വിധത്തിലും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഉപാസനാ മാർഗത്തിൽ പ്രവേശിക്കണം. അതിനെയാണ് ഉപാസനാ കാണ്ഡം. ചിത്തശുദ്ധിക്ക് വേണ്ടി രണ്ടാമത് ചെയ്യേണ്ടതാണ് ഉപാസനാ കാണ്ഡം. കാരണം ആദ്യമായിട്ട് ഒരു ഉപാസന എന്താണെന്ന് അറിയണം. ആദ്യം അതിന്റെ നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് നന്നായിട്ട് അറിവ് ഉണ്ടാവണം. എന്തിനാണ് ഞാൻ ഉപാസനയ്ക്ക് പ്രവേശിക്കുന്നത്? ആ ലക്ഷ്യത്തെ നല്ലതായിട്ട് ക്ലിയർ ആക്കിക്കൊണ്ട് ആ ഉപാസനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പിന്നെ എന്താ ആ ലക്ഷ്യം, പിന്നെ ആ വഴി തിരഞ്ഞെടുക്കേണ്ട നമ്മളാണ്. എന്താ വഴി എന്ന് പറയുന്നത്? ഒരാൾക്ക് ചിലപ്പോൾ ജപയജ്ഞമായിരിക്കാം, ചിലപ്പം ശ്രീവിദ്യ ഉപാസനയായിരിക്കാം, ചിലപ്പോൾ വൈഷ്ണവ ഉപാസനയായിരിക്കാം, ശാക്തേയം, ശൈവം, ഏത് ഉപാസനാ മാർഗം സ്വീകരിച്ചാലും എന്താണ് അതിന്റെ ലക്ഷ്യം, ഉത്തമമായിരിക്കുന്ന ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? നമ്മുടെ ഉപാസന നമുക്ക് ഇണങ്ങുന്നതാണോ, എനിക്കതിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം ലക്ഷ്യത്തെ ഉറപ്പിച്ചിട്ട് മാർഗത്തെ എന്താ പറയാ, മാർഗം സ്വീകരിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റൂ. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ രണ്ടാമത്തെ ഉപാസനാ കാണ്ഡം എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരനിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കും. ശരിക്കും ഏത് പാത്താണ് നമുക്ക് സ്യൂട്ടബിള്? അപ്പോ എന്ത് വേണം? എന്നിട്ട് വേണം നമ്മൾ അതിനെ സ്വീകരിക്കാൻ. അപ്പോ ഈ ഉപാസന എന്ന് പറഞ്ഞത്
ഉപാസ്യ ദേവതയുമായിട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു ഉപാസ്യ ദേവത എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ ധ്യാനിച്ചു കൊണ്ടിരുന്ന, അതായത് ആരെയാണോ നമ്മൾ ധ്യാനിക്കുന്നത്, ധ്യാനം ധ്യേയം, ആ ധ്യാനിക്കുന്ന വസ്തു എല്ലാവരും ആ വസ്തു നമുക്ക് എന്തുപോലെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തില്. നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സ്വാമി, ഗുരു, എന്തിനൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ വ്യക്തികള്. എന്താ ഈ അച്ഛനും അമ്മയ്ക്കും ഗുരുക്കനും നമ്മൾ ആദ്യ ഗുരു അച്ഛൻ, അമ്മ, അമ്മ അച്ഛൻ, ഗുരു എന്നൊക്കെ പറയാൻ കാരണം നമ്മൾ സദാ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു അല്ലെ. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ അമ്മയെ കാണുന്നു, അമ്മ ആദ്യ ഗുരുവാണ്. കാരണം എന്താ, സദാ അമ്മയുമായിട്ട് എത്ര സമയമാണോ നമ്മൾ അവരുമായിട്ട് ചെലവഴിക്കുന്നത് അത്രയും നമ്മൾ അവരുമായിട്ട് അടുക്കണു. എന്താ ഒരു കുഞ്ഞിന് അമ്മയായിട്ട് അടുപ്പം? കാരണം ഉദരത്തിന്റെ ഉള്ളിലും പുറത്തു വന്നു കഴിഞ്ഞും അമ്മയുമായിട്ടാണ് കുഞ്ഞ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അല്ലെ. അത് കഴിഞ്ഞ് അച്ഛൻ, പിന്നെ ഗുരു, ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്ന അധ്യാപകര് അല്ലെ. ഇതിൽ എന്താ നമ്മൾ എടുക്കേണ്ടത്? എത്രത്തോളം സമയം നമ്മൾ ആ ഒരാളിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഗുരുസ്ഥാനത്തിരിക്കുന്ന ആളുമായിട്ട് അത്രത്തോളം നമുക്ക് അടുപ്പം ഉണ്ടാവണം, ഒരു പേഴ്സണൽ കണക്ഷൻ. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, രമണ മഹർഷിക്ക് അരുണാചലം അച്ഛനായിരുന്നു, അദ്ദേഹത്തിന് സ്വന്തം അച്ഛനെ പോലെ ആയിരുന്നു അല്ലെ. രാമകൃഷ്ണ പരമഹംസർക്ക് കാളി മാതാവ് അമ്മയായിരുന്നു. ആഞ്ജനേയ സ്വാമിക്ക് രാമൻ ആരായിരുന്നു? ശ്രീരാമചന്ദ്രൻ സ്വാമിയായിരുന്നു അല്ലെ, ദാസ്യഭാവത്തിലായിരുന്നു. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? സദാ ഏത് ഈശ്വരന്റെ ഏത് ഭാവം സ്വീകരിച്ചാലും അതുമായിട്ട് സദാ അത് മാത്രം, വേറൊന്നുമില്ലാത്ത അവസ്ഥ, അതാണ് ഉപാസന എന്ന് പറയുന്നത്. ദീർഘകാലം സാമീപ്യം ഉപഗമ്യ, ആ ഒരു തൈലധാരവത്, എങ്ങനെയാണോ തൈലം ഒഴിക്കുന്നത് അല്ലെ. കാരണം മനസ്സ് അതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഒരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മെഡിറ്റേഷൻ. ഇപ്പൊ നമ്മള് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെ മെഡിറ്റേഷൻ, ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പതിവ്രത ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് മെഡിറ്റേഷൻ ആണ്. കാരണം പതിവ്രതയായ സ്ത്രീക്ക് ഭർത്താവാണ് ദൈവം. അതുപോലെ നമ്മൾ ഇഷ്ടദേവതയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? കോൺസ്റ്റന്റ് ആയിട്ട് ഏതു നേരവും ആ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കണം. ശരിക്കും പറഞ്ഞാൽ ആ ധ്യാനമാണ് ശരിക്കും ഉപാസന നമ്മളെ അടുത്തോട്ട് എത്തിക്കുന്നത്. ഒരു ശിവലിംഗത്തില് നിങ്ങൾ ഒരു വെള്ളം ഒഴിച്ചു നോക്കൂ, വെള്ളം ചെതറിപ്പോവും. അതേസമയം എണ്ണയാണെങ്കിലോ, എണ്ണ ഒഴിച്ചു നോക്കിയാൽ അത് ചിതറിപ്പോകാതെ വളരെ ഭംഗിയായിട്ട് അതിങ്ങനെ ധാരയായിട്ട്, ഒരിക്കലും മുറിവില്ലാതെ ഇടതടവില്ലാതെ അതിങ്ങനെ പതിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്, നമ്മൾ അറിയാതെ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ മനസ്സ് നമ്മുടെ ഉപാസ്യ ദേവതയിൽ ചേർന്നിരിക്കും. അപ്പൊ അതിനെയാണ് ശരിക്കും പറഞ്ഞാല് ഉപാസനം. ആ ദേവിയെ ആസനം കൊടുത്ത് ഇരിക്കാൻ ഒരു എന്താ പറയുക, ഇരിപ്പിടം കൊടുത്ത് നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ് അല്ലെ. അപ്പോ നമ്മൾ വെളിയിൽ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി ചെയ്തോട്ടെ, പാത്രം കഴുകട്ടെ, അടുക്കളയിൽ ജോലി ചെയ്യട്ടെ, എന്ത് പൊടി തുടയ്ക്കട്ടെ, ഇല്ലെങ്കിൽ അവനവന്റെ കർമ്മങ്ങൾ ചെയ്യട്ടെ, പക്ഷെ ഉള്ളിൽ മനസ്സ് എവിടെയായിരിക്കും? തന്റെ ഇഷ്ടദേവതയുടെ കൂടെ. ആ ഒരു അമ്മയെ കുറിച്ചുള്ള സദാ ചിന്ത, എന്റെ കൂടെയുള്ള എന്റെ അമ്മ. ഇതാണ് ശരിക്കും പറഞ്ഞ ഉപാസനം എന്ന് പറയുന്നത്. ഉപ ആസീത്, നമ്മൾ അടുത്ത് കൊടുത്തു കഴിഞ്ഞു. എവിടെ അടുത്ത് കൊടുത്തത്? നമ്മുടെ ഉള്ളില് അല്ലെ. ദേവിയെ സ്വീകരിച്ച് നമ്മൾ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോ ആസനം കൊടുത്ത് ഉള്ളിൽ ഇരുത്തിയിരിക്കുന്ന ആ ദേവിയെ സദാ ചിന്തിക്കുന്നതിലൂടെ നമ്മുടെ 3 മലത്രയങ്ങളും ഇല്ലാതാവുകയാണ്. ആണവമലം, കാർമിക മലം, മായിക മലം. നമുക്ക് പ്രത്യക്ഷ അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈ ഇമ്പ്യൂരിറ്റീസ്, ഈ അഴുക്കുകള് ഇല്ലാതായി പോണം. എങ്ങനെയാ അഴുക്കുകൾ ഇല്ലാതാകുന്നത്? നമുക്കറിയാം. ഒരു ഡിറ്റർജന്റ് അല്ലെങ്കിൽ ഒരു സോപ്പ് പൊടി ഒരു വസ്ത്രത്തിലോ ഒരു കുപ്പിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലോ ഇട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ അഴുക്ക് ഡിസോൾവ് ചെയ്ത് പോകുന്ന കാണാം അല്ലെ. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ദേവി, ആ സദാ നമ്മുടെ മനസ്സ് ദേവിയിൽ അർപ്പിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന നമ്മുടെ ജീവാത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന മലത്രയങ്ങള്, ഈ ആവരണ വിക്ഷേപങ്ങളെല്ലാം പതുക്കെ പതുക്കെ അപ്രത്യക്ഷപ്പെട്ട് പോകുന്നത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ മാത്രമേ നമുക്ക് പ്രത്യക്ഷ അനുഭവം കിട്ടുള്ളൂ. അതിനെയാണ് പ്രത്യക്ഷ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്വേതകേതുവിനോട് ഉദ്ദാലക മഹർഷി പറയുന്നു, എന്താണ്? തത്വമസി ശ്വേതകേതു. ആ തത്വമസി മഹാവാക്യം നീ മനസ്സിലാക്കിയോ? നിനക്ക് അനുഭവപ്പെട്ടോ? നീ ബുക്കിൽ പഠിച്ചോ എന്നല്ല ചോദിക്കുന്നത്. ബുക്കിൽ എല്ലാവർക്കും പഠിക്കാം, പറയാം. അത് അനുഭവത്തിൽ വന്നോ? അപ്പൊ ശിഷ്യൻ എന്ത് പറയണം? അഹം ബ്രഹ്മാസ്മി. അച്ഛനോട് എന്ത് പറയണം? അച്ഛാ അറിഞ്ഞ ആൾക്ക് പിന്നെ ഒന്നും പറയാനില്ല അല്ലെ.
അതാണ് ശരിക്കും ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. ഈ അറിവിനെ അനുഭവമാക്കി കൊടുക്കുന്ന ആളാണ് ഗുരു. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ, ആ സത്യത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് ഇതുവരെ ആ എക്സ്പീരിയൻസ് വന്നിട്ടില്ല, അനുഭവങ്ങൾ വന്നിട്ടില്ല. എന്തുകൊണ്ട്? ആവരണ മല വിക്ഷേപങ്ങൾ കൊണ്ടാണ്. എനിക്ക് ഈ സത്യത്തെ അറിയണം. ഇതിന്, ഈ എക്സ്പീരിയൻസിന് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ശാക്തേയ ഉപനിഷത്ത് എന്ന് പറയുന്ന ടെക്സ്റ്റിനെയാണ് നമ്മൾ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. അതിനെയാണ് ഇറ്റ് ഈസ് എ പവർഫുൾ മിസ്റ്റിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മിസ്റ്റിക് എന്താ? മിസ്റ്റിക് നമുക്ക് മാസ്റ്റർ ദ മൈൻഡ്. മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മനസ്സിനപ്പുറത്തേക്ക് അതീന്ദ്രിയമായിരിക്കുന്ന, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ശക്തിയെ മനസ്സിലൂടെ അനുഭവിക്കാൻ പറ്റുക, അല്ലെ? അപ്പൊ ഈ അനുഭവം വരണമെങ്കിൽ ഈ ദേവി മഹാത്മ്യത്തെ നന്നായിട്ട് അതിന്റെ അർത്ഥസഹിതം വായിക്കാൻ പഠിക്കണം. 700 മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളുടെ കൂടെ തന്നെ അതിന്റെ ആന്തരിക അർത്ഥങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. കാരണം എന്താ? നമ്മുടെ മലങ്ങളെ ഇല്ലാതാക്കണം. കാരണം നമ്മുടെ ഉപാസ്യ ദേവതയുടെ അടുത്താണ് പോകുന്നത്. ലളിതാ ത്രിപുര സുന്ദരിയും ദുർഗാ പരമേശ്വരിയും ഒന്നും വേറെ അല്ല. ദശമഹാവിദ്യകളെ എന്താ പറയുക, ചിന്നമസ്ത ആരും വേറെയല്ല. ദേവി പല ഭാവങ്ങളിൽ ഇരിക്കണമെന്ന് മാത്രം. അപ്പൊ ഇതിന് ആദ്യം എന്താ വേണ്ടത്? ത്രികരണശുദ്ധി. ശരീരം, വാക്ക്, മനസ്സ്. ഇതിനെയാണ് നമ്മള് സാധന ചതുഷ്ടയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എന്താണെന്ന് ചോദിച്ചാല് ശരീരം, വാക്ക്, മനസ്സ്. ഈ 3 ശുദ്ധി, ഈ സാധനയിൽ ഏറ്റവും വേണ്ട 3 കാര്യങ്ങളാണ് ഇവ. ഇതാണ് ശരിക്കും പറഞ്ഞാല് ഒരു പ്രതിജ്ഞ പോലെ നമ്മൾ ഇത് എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സാധനയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം ഇത് ഒരു പ്രതിജ്ഞയാണ്, നമ്മൾ അമ്മയോട് ചെയ്യുന്ന ഒരു പ്രതിജ്ഞ. കാരണം നമുക്ക് അമ്മയുമായിട്ട് എന്താ, നമുക്ക് അപരോക്ഷ അനുഭൂതി ഉണ്ടാവണം, അല്ലെ? ആ ഒരു ഡിവൈൻ ബ്ലിസ്. അപ്പൊ നമുക്ക് ആ ഒരു അനുഭൂതി നമ്മൾ എങ്ങനെയാണ് നേടാൻ പോകുന്നത്? അമ്മയുടെ നവാക്ഷരി മന്ത്രത്തിലൂടെ. ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന ആ ഒരു പഞ്ചദശാക്ഷരി മന്ത്രത്തിന് തൊട്ടു മുമ്പുള്ള ഏറ്റവും നമ്മുടെ പരമ്പരയില്, അല്ലെങ്കിൽ നവാക്ഷരി മാത്രം എടുത്ത് ജപിക്കുന്നവരുണ്ട്. അല്ലാതെ നമ്മുടെ പരമ്പര നോക്കുകയാണെങ്കിൽ ചണ്ഡി മന്ത്രം എന്ന് പറയുന്ന അത്രയും ശക്തമായിരിക്കുന്ന നവാക്ഷരി മന്ത്രമാണ് ഇതിന്റെ വിത്ത്, അല്ലെങ്കിൽ സീഡ്, ബീജം എന്ന് പറയുന്നത്. ദേവി മഹാത്മ്യത്തെ പഠിക്കുകയാണെങ്കിൽ നമ്മള് ആദ്യം ഒരു ഗുരു പരമ്പരയിൽ നിന്ന് ആ നവാക്ഷരി മന്ത്രത്തിന്റെ ദീക്ഷ സ്വീകരിക്കണം. കാരണം ഞാൻ പറയാൻ പോകുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്രീവിദ്യ ഉപാസന പോലെ തന്നെയാണ് ഈ പറയുന്ന ദേവി മഹാത്മ്യം എന്ന് പറയുന്ന ആ നവാക്ഷരി മന്ത്ര ഉപാസന. ആദ്യം നമുക്ക് എന്താ വേണ്ടത്? വിത്ത് വേണം, അല്ലെ? വിത്തിനെ പാകണം മണ്ണില്, എന്നാൽ മാത്രമേ വിത്ത് മുളച്ചു വരുള്ളൂ. അപ്പൊ എന്താണ് ബീജം? ഈ ഒരു ദേവി മഹാത്മ്യമാകുന്ന 700 ശ്ലോകങ്ങള് പൂത്ത് കാച്ചു നിൽക്കുന്ന മഹാവൃക്ഷം എവിടെ നിന്നാ വന്നത്? നവാക്ഷരി മന്ത്രം എന്ന് പറയുന്ന ബീജത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന വൃക്ഷത്തിന് ഈ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്ന ബീജമില്ലാതെ ദേവി മഹാത്മ്യം വായിക്കാൻ പാടില്ല. വളരെ നിഷ്ഠയോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്. കാരണം ദേവി മഹാത്മ്യത്തില് ഏറ്റവും പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ നവാക്ഷരി മന്ത്രം. ഈ പറയുന്ന 13 അധ്യായത്തിന്റെയും കൂടെ ബേസ് ആണ് ഈ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ദേവി മഹാത്മ്യം ഈ മന്ത്രം ഇല്ലാതെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ മന്ത്ര ദീക്ഷ ഇല്ലാത്തവർക്ക് ദേവി മഹാത്മ്യം വായിക്കാം. പക്ഷെ എന്താ, ഈ ഒരു മന്ത്ര ദീക്ഷയോടുകൂടി വായിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ ആ ഒരു അപരോക്ഷ അനുഭൂതി നമുക്ക് അനുഭവം ഉണ്ടാവുള്ളൂ, അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ആ ഒരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് നമ്മള്, കാരണം ഗുരു ആരാണ്? സാക്ഷാൽ ദക്ഷിണാമൂർത്തി, ആദി ഗുരുവായിരിക്കുന്ന ശിവനാണ്, ഇല്ലേ? അപ്പൊ ആ ഒരു ഗുരുവിൽ നിന്ന് നമ്മള് അതിന്റെ ദീക്ഷ മേടിച്ചതിന് ശേഷം എന്ത് വേണം? അപ്പോഴേ നമ്മൾ മന്ത്രജപത്തിന് പാത്രഭൂതയാവുള്ളൂ. പാത്രം എന്ന് പറഞ്ഞാൽ അധികാരി, മന്ത്രാധികാരി. മന്ത്രത്തെ നമുക്ക് പ്രോപ്പർ ചാനലിൽ, ഒരു അമ്മയാകുന്ന എങ്ങനെയാ? ഒരു കുട്ടിയെ ദത്തെടുത്താൽ നമുക്ക് പോറ്റമ്മ എന്നേ പറയാൻ പറ്റൂ. പെറ്റമ്മ എന്ന് പറഞ്ഞാൽ എന്താ? 9 മാസം നമ്മൾ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച് വേദന അനുഭവിച്ച് പ്രസവിക്കുമ്പോൾ അത് പെറ്റമ്മയായിട്ട് തീരും. അതുപോലെ മന്ത്രദീക്ഷയ്ക്ക് എന്താ? നമ്മൾ ആ ഒരു ഗുരുവിൽ നിന്ന് പ്രോപ്പർ ചാനലിലൂടെ, ഗുരുമന്ത്രത്തിലൂടെ കിട്ടുന്ന ദീക്ഷ. അപ്പൊ നമ്മള് ഇതിന് അധികാരി. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം ദേവി മഹാത്മ്യത്തിന് ഒരുപാട് വിധികളുണ്ട്. ആ വിധികൾ അനുസരിക്കാതെ ജപിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്താ? ആ വിത്ത് നമുക്ക് കയ്യിൽ കിട്ടണം, അല്ലെ? ഹോൾ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന മഹാവൃക്ഷം ഒളിച്ചിരിക്കുന്ന ചെറിയ ബീജമായിരിക്കുന്ന നവാക്ഷരി മന്ത്രം നമുക്ക് പ്രോപ്പർ ചാനലിലൂടെ ഒരു ഗുരുവിൽ നിന്ന് കിട്ടണം. ആ ഒരു
എന്താ പറയാ, അത് ജപിച്ചതിന് ശേഷം മാത്രമേ, അതിന് പാത്രീഭൂതമായിട്ട് മാത്രമേ നമുക്ക് ദേവി മഹാത്മ്യം വായിക്കാൻ പാടുള്ളൂ. അപ്പോ ഇനി എന്താണ് അടുത്തത്? എന്താണ് ഈ നവാക്ഷരി മന്ത്രം? അത് നമ്മളൊന്ന് അറിയണം. കാരണം നവാക്ഷരി മന്ത്രത്തിൽ നിന്നാണ് 700 എന്താ പറയാ മന്ത്രങ്ങൾ വന്നു. അതൊരു മഹാവൃക്ഷമായിട്ട് പടർന്നു നിൽക്കണമെന്ന് പറയുന്നു അല്ലെ. കാരണം ത്രിശക്തി, ദേവിയുടെ ത്രിശക്തി രൂപമാണ് നവാക്ഷരി മന്ത്രം. അതിൽ ആദ്യത്തെ ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ച്, ഇതാണ് മന്ത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ദേവി മഹാത്മ്യം വായിക്കുന്നതിന് മുമ്പേ 16 പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം, ഷോഡശ ഉപചാരം കൊടുക്കുന്നതിന് തുല്യമാണ് 16 പ്രാവശ്യം നവാക്ഷരി മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? കാരണം ചാമുണ്ടായേ വിച്ച്, വിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കല്ലേ വിച്ച് എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെയല്ല. കാരണം ഇത് ഏറ്റവും ശക്തി കൂടിയ, ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥങ്ങളുള്ള മന്ത്രമാണിത്. അപ്പൊ നമുക്ക് ഈ മന്ത്രത്തെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്തതിലോട്ട് പോവാം. കാരണം ഈ മന്ത്രത്തിന്റെ അർത്ഥം സാധാരണ രീതിയിൽ, അതായത് നമ്മുടെ മനസ്സിൽ ആദ്യം മന്ത്രം എഴുതണം. എഴുതിയതിനു ശേഷമേ നമുക്ക് അതുകൊണ്ടാണ് 108 പ്രാവശ്യം, അറ്റ്ലീസ്റ്റ് 16 പ്രാവശ്യം എന്ന് പറയുന്നത്. കാരണം ദേവി മഹാത്മ്യം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട്, ദേവി മഹാത്മ്യം എന്നുള്ള വൃക്ഷം നമ്മൾ നട്ട് വളർന്ന് പന്തലിച്ച് അതിൽ നിന്ന് നമുക്ക് സദ്ഫലങ്ങൾ തരണമെങ്കിൽ ഈ മന്ത്രം ആദ്യം നടണം. നടുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ എഴുതി വെക്കുക, എഴുതണം. അപ്പോൾ ഇതിനെ താന്ത്രികമായിട്ട്, ഇതൊരു താന്ത്രികമായിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അതിനകത്ത് ഇനിസിയേഷൻ കിട്ടിക്കഴിഞ്ഞ ഒരാൾ എന്ത് വേണം? അതിനകത്ത് ഓം ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ വ്യക്തികള്, ഈ മന്ത്രദീക്ഷ ഇല്ലാത്തവർക്ക് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ച് എന്ന് പറയണം. അല്ലാത്തവർക്ക് നമ്മള് ഇനിസിയേഷൻ, അതായത് മന്ത്രദീക്ഷ ഉള്ളവർക്ക് ഓമിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഓം എന്ന് പറഞ്ഞാൽ അത് ദ്വാരമാണ്, ഗേറ്റ് വേ ആണ്. കാരണം ഏത് നമ്മുടെ യൂണിവേഴ്സൽ മദർ, നമ്മുടെ ആ ഒരു പ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന അംബികയിലേക്കുള്ള പ്രവേശന ദ്വാരമാണ് അകാര ഉകാര മകാരങ്ങൾ ചേർന്ന പ്രണവം എന്ന് പറയുന്ന ഓം. അപ്പൊ സാധാരണ ഒരു വ്യക്തി ഓം ജപിക്കാതെ ജപിച്ചാല് മന്ത്രത്തിന് യാതൊരു ശക്തിയുമില്ല. അതേസമയം ദീക്ഷിതനായിരിക്കുന്ന, മന്ത്രദീക്ഷയുള്ള ഒരു വ്യക്തിക്ക് ഓം ജപിക്കാതെ ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ച് എന്ന് പറയാം. കാരണം ഈ മന്ത്രത്തിന്റെ ആ ഒരു ദ്രഷ്ടാക്കള്, ഋഷികള് സാധാരണക്കാരല്ല. ആരാണ്? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് ഈ ഒരു മന്ത്രത്തിന്റെ ദ്രഷ്ടാക്കള്. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നവരാണ് ഇവര്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ട്രഡീഷനിൽ പറയുകയാണെങ്കിൽ ഇച്ഛാ ജ്ഞാന ക്രിയാശക്തികള്, ആ 3 ശക്തികൾ, അതിന്റെ പുരുഷ ശക്തികളായിരിക്കുന്ന ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരാണ് ഇതിന്റെ മന്ത്രദ്രഷ്ടാക്കള്. അപ്പൊ ഈ താന്ത്രിക് ട്രഡീഷനില് ആ ദേവിയെ പറയാറുണ്ട് ഇച്ഛാ ജ്ഞാന ക്രിയാശക്തി സ്വരൂപിണിയെ നമ എന്നല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, ഇതിൽ ആദ്യമായിട്ട് പറയുന്ന എന്താണ്? ഈ മന്ത്രം ഈ 3 ശക്തികളുമായിട്ട് ചേർന്നിരിക്കുകയാണ്, ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ആഗ്രഹം ഉണ്ടാകണം അല്ലെ. ആഗ്രഹത്തിൽ നിന്നാണ് ശരിക്കും, ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രപഞ്ചത്തിന്റെ നിർമ്മാണം വെച്ച് നോക്കുകയാണെങ്കിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രണവ മന്ത്രം ജപിച്ചതിന് ശേഷം ആദ്യത്തെ ബീജമാണ് ഐം. ഐം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ദേവത, അതായത് ദേവിയോട് ചോദിക്കാൻ, ആരാണ് അമ്മ അവിടുന്ന്? നമുക്കറിയാം ദേവി ആരാണ്. ഈ ദേവി നമുക്ക് എന്താണ്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ജീവിതം, ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ എനർജി ആൻഡ് മാറ്റർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നത്? അപ്പൊ ദേവി ശരിക്കും നമുക്ക് ദേവി ഭാഗവതത്തിൽ അല്ലെങ്കിൽ ദേവി ഉപനിഷത്തിൽ ചോദിക്കണം, അമ്മ ആരാണ് എന്ന് ചോദിക്കുമ്പോ ദേവി എന്താ പറയുന്നത്? എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്നവൾ ഞാനാണ്, എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അപ്പൊ എന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? എന്നെ അറിയണമെങ്കിൽ നവാക്ഷരി മന്ത്രമാണ് ഒരേ ഒരു വാതില്. എന്നെ നിങ്ങൾ നവാക്ഷരി മന്ത്രത്തിലൂടെ അറിയൂ. അപ്പൊ ഐം എന്ന് പറഞ്ഞാൽ ആദി ബീജമാണ്, ഇച്ഛാശക്തിയാണ്. അപ്പൊ അതിന്റെ കൂടെ അതിൽ നിന്നാണ് നമുക്ക് ജ്ഞാനശക്തി വരുന്നത് അല്ലെ, പിന്നെ ക്രിയാശക്തി. അപ്പൊ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഒരു സത്വഗുണ പ്രധാനമായിരിക്കുന്ന ആഗ്രഹം, അതാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദി ബീജം എന്ന് പറയുന്ന ഐമാണ്, അതിനെ വാഗ് ബീജം എന്നാണ് പറയുന്നത്. അതെന്താണ് വാഗ് ബീജം? ചന്ദ്രതത്വം, മനസ്തത്വം, ഇതിനെയാണ് നമ്മള് മഹാസരസ്വതി എന്ന് പറയുന്നത്. നമുക്ക് ശ്രീവിദ്യാ മന്ത്രത്തില് നമുക്കറിയാം വാഗ്ഭവകൂടം, മുഖമാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ മുഖത്താണ് ഇരിക്കുന്നത്. സദാശിവനാണ് നമ്മുടെ സഹസ്രാര പത്മത്തിൽ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് വേരുകൾ താഴോട്ട് വരുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ മഹത്തത്വത്തിൽ നിന്ന് എന്താ? അവ്യക്തം, മഹത്തത്വം. അവിടെ നിന്ന് എന്ത് വന്നു? ഇച്ഛയുണ്ടായി അല്ലെ. ആ ഒരു ഇച്ഛ എന്ന് പറയുന്നത് നോളജ് ആണ്. അതാണ് വാഗ്ബീജം എന്ന് പറയുന്ന അറിവ്. അപ്പൊ ആദ്യത്തെ
തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മന്ത്രത്തിന്റെ നവാക്ഷരി മന്ത്രത്തിന്റെ ആദ്യ ബീജമാണ് ഐം. മഹാസരസ്വതിയായിരിക്കുന്ന ചന്ദ്രതത്വം അല്ലെങ്കിൽ മനസ്തത്വം. അപ്പൊ നമ്മൾ ചിത്ത് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്ന ആ ഒരു കോൺഷ്യസ്നെസിന്റെ ആ ഒരു ചിതി രൂപത്തിലിരിക്കുന്ന ആ ഒരു ബീജത്തെയാണ് നമ്മൾ ആ ഒരു സൃഷ്ടി ആഗ്രഹമുണ്ടായി അല്ലെ. അതുകൊണ്ടാണ് ഐംകാരി സൃഷ്ടി രൂപായേ നമ എന്ന് പറയുന്നത്. ഈ ഐംകാരം എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടി ബീജം ആരുടെ ശക്തിയാണ്? ബ്രഹ്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരാണ് ഇതിന്റെ മന്ത്രദൃഷ്ടാക്കൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇച്ഛാശക്തിയാണ്. അതിനെയാണ് നമ്മൾ വാഗ്ബീജമായിരിക്കുന്ന നവാക്ഷരി മന്ത്രത്തിന്റെ ആദ്യ ബീജമായിരിക്കുന്ന ഐം. രണ്ടാമത് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ മണ്ഡലം ഹ്രീംകാരം അല്ലെ. ഹ്രീംകാരം എന്ന് പറയുന്നത് സൂര്യശക്തിയാണ് അല്ലെ. നമുക്കറിയാം രണ്ടാമത്തെ മണ്ഡലം അദ്വിതീയമായിരിക്കുന്ന ശക്തി ബീജമാണ് ഹ്രീം എന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തില് മഹാലക്ഷ്മി ബീജമായിട്ടിരിക്കുന്ന ഭുവനേശ്വരി ബീജം എന്നും പറയാറുണ്ട് ഹ്രീം. ഏറ്റവും ദേവി എന്താ പറയാ, ദേവി ഗായത്രി സ്വരൂപിണിയായിട്ടിരിക്കുന്ന ഈ പറയുന്ന ലളിതാ ത്രിപുര സുന്ദരിയുടെയും ദുർഗാ പരമേശ്വരിയുടെയും ഒക്കെ ഏറ്റവും ഉയർന്ന ബീജത്തിനാണ് നമ്മൾ ഹ്രീം എന്ന് പറയുന്നത്. ആ ഹ്രീം അതായത് മഹാലക്ഷ്മി ബീജമാണ്. ഇപ്പൊ ഹ്രീംകാരി എന്താണ്? രണ്ടാമത്തെ വിഷ്ണു ബീജം, അതായത് വിഷ്ണു ഹ്രീംകാരി പരിപാലിക ശക്തി, വിഷ്ണുവിന്റെ ശക്തി, സൂര്യശക്തി അല്ലെങ്കിൽ സൂര്യതത്വം, ചിദ്രൂപിണി സദ്രൂപിണി അല്ലെ. സത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിസ്റ്റൻസ് ആണ്. എപ്പോഴാണോ ആഗ്രഹം വന്നു അവിടെ നിന്ന് എന്താ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വന്നു, അത് സ്ഥിതി, അതിനെ പരിപാലിക്കപ്പെടുന്നു. അപ്പൊ രണ്ടാമത്തെ ആ ഒരു അക്ഷരം ഹ്രീം എന്ന് പറയുന്നത് എന്താണ്? സത്തിനെ കാണിക്കുന്നു, അതായത് എക്സിസ്റ്റൻസിനെ കാണിക്കുന്നു. മൂന്നാമത്തെ ബീജം എന്താണ്? ക്ലീം. ക്ലീം എന്ന് പറയുന്നത് വൈശ്വാനര തുല്യം അഗ്നി തത്വമാണ്, കാമബീജമാണ്. കാമബീജം എന്ന് പറഞ്ഞാൽ ലസ്റ്റ് അല്ല, നമ്മൾ പറയുന്ന കാമമല്ല ഇത്. അപ്പൊ ഈ കാമം എന്ന് പറയുന്നത് ശരിക്കും ആനന്ദമാണ്. കാമേശ്വരികളുടെ ആനന്ദം. കാരണം അവര് ആനന്ദ സ്വരൂപികളാണ് അല്ലെ. അപ്പൊ ക്ലീം എന്ന് പറയുന്നത് ആനന്ദമാണ്. അപ്പൊ ഐം ഹ്രീം ക്ലീം എന്താണ്? സത്ത് ചിത്ത് ആനന്ദം. അപ്പൊ ഈ മഹാകാളി, അപ്പൊ ഈ മൂന്നാമത്തെ ദേവി രുദ്രന്റെ ശക്തിയായിട്ടിരിക്കുന്ന ദേവിയെ നമ്മൾ എന്ത് പറയുന്നു? താമസ സ്വരൂപിണി മഹാകാളി. രുദ്രന്റെ ശക്തി നമുക്കറിയാം എപ്പോഴും താമസ സ്വരൂപമാണ്. അപ്പൊ മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി, അചിന്ത്യ രൂപമായിരിക്കുന്ന മഹാകാളി അല്ലെ. നമുക്ക് ഇമാജിൻ, നമ്മുടെ മന ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ശക്തി. അപ്പൊ പിന്നെ അടുത്തതോ ചാമുണ്ടായേ വിച്ചേ. അപ്പൊ ചാമുണ്ട, ചാ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ദേവിക്ക് നമ്മൾ ശരിക്കും വിഷ്വലൈസ് ചെയ്യേണ്ടത് ഒരു സ്വർണ്ണ നിറത്തിലുള്ള നദി. അമ്മ ഒരു സ്വർണ്ണ നിറത്തിലുള്ള നദിയായിട്ട് ഒഴുകുന്നതായിട്ട് കാണണം. ചാ എന്നുള്ള അക്ഷരത്തില് കാന്തി. ചാ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഡിവൈൻ പേഴ്സണാലിറ്റി, ആ ഒരു എന്താ പറയാ, നമുക്ക് ശ്രീ സൂക്തത്തിലൊക്കെ അമ്മയെ പറയുന്നുണ്ടല്ലേ, ആ സുവർണ വർണ്ണാം ഹരിണിയും സുവർണ രജതസ്രജാം എന്നൊക്കെ പറയുന്ന ദേവിയുടെ സ്വർണ്ണ നിറത്തിലുള്ള ശക്തിയാണ് കാണിക്കുന്നത്. ചാ. മൂന്ന് പറഞ്ഞാൽ എന്താ? പ്രാഗൽഭ്യം, അതായത് ചുമന്ന നിറം. അതാണ് മാസ്റ്ററി, എന്ത് ചെയ്യാനുള്ള കഴിവ്. അപ്പൊ എന്താണ് മാസ്റ്ററി? പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ, ഈ പ്രപഞ്ചത്തെ ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരാനുള്ള ശക്തി. നമുക്കറിയാം ദേവി എന്താ? അരുണാം കരുണാതരംഗിതാക്ഷൻ. ദേവിക്ക് ചുവപ്പ് നിറമാണ്, രജോ ഗുണമാണ്. അപ്പൊ ദേവി എന്താ? പ്രപഞ്ചത്തെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ആ തലത്തിൽ ഇരിക്കുന്ന ശക്തി, അതാണ് അപ്പൊ മൂന്നാമത്തതോ ചാമുണ്ട. ഇണ്ട എന്നുള്ള അക്ഷരം അതിനെന്താ? നീല നിറമാണ്. അപ്പൊ ദേവിയുടെ എന്താ? ഡിസ്ട്രോയ്, എല്ലാം തിരിച്ച് എന്തൊക്കെ ഉണ്ടാക്കിയോ തിരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്ന ശക്തിയാണ് ഇണ്ട എന്നിരിക്കുന്ന ശക്തി. അപ്പൊ ആ ഒരു എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന ചാമുണ്ട യൈ. യൈ എന്ന് പറഞ്ഞാൽ 2 പുള്ളി യാ. അപ്പൊ ശരിക്കും പറഞ്ഞ യൈ എന്ന് പറഞ്ഞാല് കറുത്ത നിറം എന്നർത്ഥം. അതായത് ഏത് പ്രപഞ്ചമാണോ ഈ പറയുന്ന ആ പ്രപഞ്ചത്തിലെ എല്ലാ ശത്രുക്കളെയും ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട്, കാളി എന്താണ് കറുപ്പ് നിറമായിട്ടിരിക്കുന്നത്? കാലത്തെ അതിക്രമിച്ച് നിൽക്കുന്നുണ്ട് അല്ലെ. ഒരു ഉപാസകന്റെ എല്ലാ എനിമീസിനെയും, എല്ലാ ശത്രുക്കളെയും ഇല്ലാതാക്കുന്ന ശക്തി. പുറത്തല്ല, ഉപാസകന്റെ ശത്രുക്കളെല്ലാം അകത്താണ് അല്ലെ. അപ്പൊ ആ ശക്തി, ആ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ശക്തി ചാമുണ്ടായൈ. വിച്ച് എന്നുള്ള വി എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ്, പാണ്ഡുരംഗമാണ്. കാരണം അമ്മയുടെ നമുക്ക് സിദ്ധിദാത്രി, നമുക്കറിയാം നവദുർഗയിലെ സിദ്ധിദാത്രി എന്ന് പറഞ്ഞ 9 ആ ഒരു എല്ലാ ഉപാസനകളും ചെയ്യുന്ന ഒരു ദേവി മഹാഗൗരി. അത് കഴിഞ്ഞ് സിദ്ധിദാത്രി, എല്ലാ സിദ്ധികളും തരുന്ന ദേവി. ആ ദേവിയുടെ നിറം എന്താണ്? നല്ല വെളുത്ത നിറമാണ് അല്ലെ. ഇപ്പൊ ശുദ്ധമായിരിക്കുന്ന സത്വഗുണ പ്രധാനമായിരിക്കുന്ന സിദ്ധിദാത്രി. എന്തൊക്കെയാണോ ചോദിക്കുന്നത്
എന്തൊക്കെയാണോ ഒരു ഉപാസകന്റെ ആഗ്രഹങ്ങൾ, എന്താണ്? ധർമാർത്ഥ കാമമാണല്ലേ. അവിടെ നിന്ന് മോക്ഷത്തിലേക്ക് കടത്തിവിടാൻ കഴിവുള്ളവൾ. അതാണ് വി എന്നുള്ളതിന്റെ അർത്ഥം. ഇച്ഛ എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് ഇച്ഛ എന്നുള്ളതിന് നമ്മൾ ഒരു സ്മോക്കിന്റെ കളർ, ഒരു ആഷ് കളറാണ് അതിന് പറയുന്നത്. നിറങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് 9 ദിവസം 9 നിറങ്ങൾ പറയുന്നത്. കാരണം ഇതിനകത്ത് ഓരോ നിറങ്ങളും ഓരോ ദേവിയുടെ തത്വത്തെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ദേവിയുടെ ആ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവ്. സ്മോക്ക് നമുക്കറിയാം, ഒരു പുക എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിൽ പെട്ടെന്ന് അത് ഇങ്ങനെ വളർന്ന് വലുതായിട്ട് അപ്രത്യക്ഷപ്പെടും അല്ലെ. അതുപോലെ ഈ ഒരു ഒരു ബ്രഹ്മ തത്വത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ, ലാസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മളത് എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ നിന്ന് വന്ന നമ്മൾ ഓരോരുത്തരും ശരീരത്തിൽ ബന്ധിതമായതിനു ശേഷം എപ്പോ ശരീരത്തെ ഉപേക്ഷിക്കുന്നു, തിരിച്ച് പ്രപഞ്ചത്തിലേക്കുള്ള യാത്ര അല്ലെ. അതാണ് ശരിക്കും പറഞ്ഞാൽ വിച്ച് എന്നുള്ള വാക്കിന് വിത്ത് പ്ലസ് ച പ്ലസ് ഇ എന്ന് പറയും. വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു നോളജ്, അറിവ്. ച എന്ന് പറഞ്ഞാൽ സത്ത്, ഇ എന്ന് പറഞ്ഞാൽ ആനന്ദം. ഇപ്പൊ വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സത്ത് ചിത്ത് ആനന്ദം. ശരിക്കും പറഞ്ഞാല് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ച് എന്ന് പറയുന്ന മഹാമന്ത്രം സാധാരണ മന്ത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഐംകാരി സൃഷ്ടിരൂപായേ, ഹ്രീംകാരി പ്രതിപാലി, ശരിക്കും നമ്മളെ പരിരക്ഷിക്കുന്ന ശക്തി. ഈ മൂന്നാമത്തെ ഐം ഹ്രീം ക്ലീം എന്ന് പറയുന്ന സകലതിനെയും ഇല്ലാതാക്കുന്ന ശക്തി. ശരിക്കും പറഞ്ഞാല് ച എന്ന് പറഞ്ഞാൽ എന്ത് വേണം? നമ്മൾ ഒരു ഗോൾഡൻ കളർ കാണണം. മൂ എന്ന് പറഞ്ഞാൽ പ്രാഗൽഭ്യം, ചുമന്ന നിറം കാണണം. ഇണ്ട എന്ന് പറഞ്ഞാൽ നീലവർണ്ണം, ഉഗ്രമൂർത്തിയായിരിക്കുന്ന ദുഃഖ നിവൃത്തി വരുന്ന ദേവിയെ കാണണം. യൈ എന്ന് പറഞ്ഞാൽ സപ്തമം, അതായത് കറുത്ത നിറം കാണണം. നമ്മുടെ എല്ലാ എനിമീസ്, നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ശക്തി. വി എന്ന് പറഞ്ഞാൽ പാണ്ഡുരംഗം, അതായത് വെളുത്ത നിറം, സിദ്ധിദാത്രി. എപ്പോഴാണോ നമ്മുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സിദ്ധികളും വന്നു ചേരുന്ന ഇച്ഛ എന്ന് പറയുമ്പോൾ ധൂമ്രവർണ്ണം, അതായത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മുടെ ലിമിറ്റഡ് ആയിരിക്കുന്ന കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ശക്തി. ഇപ്പൊ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ? ബൃഹത്വാദ് ബ്രഹ്മ അല്ലെ. ഏറ്റവും ബൃഹത്തായിട്ടിരിക്കുന്ന, വലുതായിരിക്കുന്ന, നമ്മുടെ ലിമിറ്റഡ് ആയിട്ട് ശരീരത്തിനുള്ളിലിരുന്ന ശക്തി ഇപ്പൊ എന്തായിട്ട് തീർന്നു? പ്രപഞ്ച സ്വരൂപിണിയായിട്ട് മാറി ഇല്ലേ. ആ ബ്രഹ്മത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്ന മന്ത്രമാണ് നവാക്ഷരി മന്ത്രം. ഇനി നമുക്ക് ഈ മന്ത്രത്തെ വേറൊരു തരത്തിൽ കാണാം. കാരണം ഈ ചാമുണ്ടായെ വിച്ച്, ചമു എന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞാല് സേന, ദേവസേന എന്ന് പറയാം നമുക്ക്. ചമു എന്ന് പറഞ്ഞാല് ദേവതകളുടെ ഒരു സേന. അപ്പം ചാമുണ്ടായെ വിച്ച് എന്ന് പറഞ്ഞാല് നമ്മുടെ ആകാശാദി സമൂഹം. ആകാശാദി സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് ആകാശം തുടങ്ങിയായിട്ടിരിക്കുന്ന ഭൂത സംഘങ്ങള്. കാരണം പ്രപഞ്ചം പഞ്ചീകൃതമാണ് ഇല്ലേ, പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് ഈ എൻറ്റയർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇല്യൂഷൻ ആണ്, മായയാണ്. അപ്പൊ ചമു മീൻസ് എന്താ? ശരിക്കും അത് അബ്സോർബ് ചെയ്യുന്നത്, നമ്മുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ഭ്രമം, ഒരു ഇല്യൂഷൻ, ഒരു മായയെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ഡ്യുവാലിറ്റിയെ ഇല്ലാതാക്കുന്ന സ്റ്റേറ്റ്. അതാണ് ചാമുണ്ട. എന്താ ദേവി? ചണ്ടനെയും മുണ്ടനെയും വധിച്ച ആളാണ് ചാമുണ്ട അല്ലെ. അപ്പൊ നമുക്കെന്താ? നമുക്ക് ഈ ശരീരത്തിനോടുള്ള മിഥ്യ അഭിമാനം കൊണ്ട് നമുക്ക് പ്രപഞ്ചത്തെ രണ്ടായിട്ട് തോന്നുന്നു. ഞാൻ വേറെ, പ്രപഞ്ചം വേറെ. ആ മിഥ്യ, അതായത് ദേവാദി സമൂഹം, അതായത് ആകാശാദി പഞ്ചഭൂതങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് ഞാനെന്ന് പറയുന്ന എന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി തരുന്ന ശക്തി ചാമുണ്ട. അതായത് ശരിക്കും പറഞ്ഞാല് അദ്വൈതം. ശരിക്കും ഇവിടെ ദേവി അദ്വൈത സ്വരൂപം, ഏകമായിരിക്കുന്ന സത്യത്തിലേക്ക് തന്റെ സാധകനെ കൊണ്ടുപോകുന്നത്. ദേവി മഹാത്മ്യം പറയണ എന്താ? ചണ്ടന്റെയും മുണ്ടന്റെയും എന്താ പറയാ, തല വെട്ടി കയ്യിൽ പിടിച്ചിരിക്കുന്ന രൗദ്ര രൂപത്തോടു കൂടി നിൽക്കുന്ന ആ ദേവിയാണ് നമ്മൾ ചണ്ടമുണ്ടാസുര വധം കഴിഞ്ഞ് നിൽക്കുന്ന ഉഗ്രസ്വരൂപിണിയാണ് ചാമുണ്ട അല്ലെ. അപ്പൊ എന്താണ് ചാമുണ്ട? നമ്മൾ ഇതുവരെ നമ്മുടെ ശരീരാഭിമാനവും മിഥ്യയായിരിക്കുന്ന ചണ്ടത്തിലും മുണ്ടത്തിലും, നമ്മുടെ ശരീരത്തിലും നമ്മുടെ ശിരസിലും നമ്മൾ അഭിമാനം കൊണ്ടിരുന്നു. ഞാനാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്, ഈ ശരീരമാണ്. ദേവി എന്ത് ചെയ്തു? ഈ മായാഭ്രമത്തിന്, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മായയെ ഇല്ലാതാക്കി രണ്ടിനെയും വെട്ടി കയ്യിൽ പിടിച്ചിരിക്കുക. കാരണം ഇത് വെറും ഇല്യൂഷനാണ്, മനസ്സിലാക്കൂ. ഇതിവിടെ ശാശ്വതമല്ല. എല്ലാവരും ഇവിടെ വന്നിട്ട് വിട്ടുപോകേണ്ടവരാണ്. കാരണം കർമ്മം അകർമ്മം, അതായത് കർമ്മബുദ്ധി അകർമ്മബുദ്ധി, അതിനാണ് നമ്മൾ ചണ്ടമുണ്ടന്മാരെന്ന് പറയുന്നത്. ചണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം. കാരണം ഞാൻ കർമ്മം ചെയ്യണു, എനിക്ക് വേണ്ടി ചെയ്യുന്നു, ഞാൻ എന്റേത് ഇല്ലേ. അകർമ്മമോ? ഒന്നും ചെയ്യാതിരിക്കുക, അതും ശരിയല്ല. കാരണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. എന്തായിട്ട് ചെയ്യണം? ഈശ്വരാർപ്പിതമായിട്ട്, നിയോഗമായിട്ട് ചെയ്യണം. അപ്പൊ എന്താണോ നമ്മുടെ ഈ ചണ്ട കർമ്മവൃത്തി എന്ന് പറയുന്നത്, എന്താ?
നമ്മള് കർമ്മങ്ങളെ അറിഞ്ഞ് നമ്മുടെ കർമ്മങ്ങളെ ഇല്ലാതാക്കണം. അപ്പൊ നമ്മൾ ചെയ്യണമെന്നുള്ള ഭാവമല്ല, എന്റെ ഉള്ളില് എന്റെ രഥത്തെ, ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഈ ശരീരത്തെ നയിക്കുന്ന രഥത്തിനുള്ളിലിരിക്കുന്ന ദേവി എന്നെ കൊണ്ട് ചെയ്യിക്കണു. അപ്പൊ ഈ ചണ്ടമുണ്ട വൃത്തിയെ ഇല്ലാതാക്കുന്നവൾ ചാമുണ്ട. അങ്ങനെ ഒരാൾക്ക് പുനരഭിജനനമില്ല, പുനരഭി മരണമില്ല. ആ നമ്മുടെ ഡെത്ത് ആൻഡ് ബർത്ത് സൈക്കിളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നർത്ഥം. കാരണം ഈ ജനന മരണങ്ങള് കണ്ടിന്യൂസ് ആണ്, അതൊരു ചക്രമാണ്, ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനകത്ത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ചാമുണ്ട ദേവിയെ പ്രാർത്ഥിക്കണം. അമ്മ എന്ത് വേണം? നമ്മുടെ ഈ പറയുന്ന രണ്ട് വൃത്തികള്, കർമ്മവും അകർമ്മവും, രണ്ടിനും ഇല്ലാതാക്കണം. അങ്ങനെയുള്ളവർക്ക് എന്താ, പിന്നെന്താ, നമുക്ക് വെളിയിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് ആ ഒരു സുഖം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സുഖത്തെ നമുക്ക് അറിയാൻ സാധിക്കും. എന്താണ് സുഖം? ആ ഒരു നശിക്കാത്തതായിട്ട് നമ്മുടെ ആത്മസുഖം, ആത്മാവ് സുഖസ്വരൂപിയാണ് എന്നുള്ള സത്യത്തെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോ ഈ പറയുന്ന ശരിക്കും നമ്മുടെ ഡീപ് സ്ലീപ്പില്, നമ്മുടെ സുഷുപ്തി അവസ്ഥയില് നമുക്ക് എന്താണ് ശരിക്കും ചണ്ടമുണ്ട്, നമുക്ക് യാതൊന്നും ഇല്ല ഇല്ലേ? നമ്മുടെ ആ ചണ്ടമുണ്ടന്മാരെന്ന് പറയുന്ന സ്വ അഭിമാനം, നമ്മുടെ ശരീരത്തിലോ ബുദ്ധിയിലോ ശിരസിലോ ഒന്നും നമുക്ക് അഭിമാനം ഇല്ല. അത് നമുക്ക് അകർമ്മം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ സുഷുപ്തിയിലാണ്. ശരിക്കും പറഞ്ഞാല് താമസിക വൃത്തി, അതായത് ദേവി ആ ഒരു വൈരാഗ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വികതക രാഗം, എന്തിനൊക്കെയാണോ ആസക്തി വെച്ചിരുന്നത് അതിൽ നിന്നെല്ലാം വിട്ട മനസ്സ്, അതിനെയാണ് നമ്മള് താമസിക വൃത്തി. ദേവി എന്ത് ചെയ്യുന്നു? ആ ഒരു ഇല്യൂഷൻ, ആ ഒരു നമ്മുടെ മായയാകുന്ന ഭ്രമത്തെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവൾ. ഇപ്പൊ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്രിയകളായിട്ട് മാറരുത്. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനല്ല നമ്മൾ കർമ്മം ചെയ്യുന്നത്. നമ്മൾ വിധിപ്രകാരം നമ്മൾ ശരീരം സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? നമ്മൾ നമ്മൾ അനേക ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടിയ ശരീരമാണ്. ആ വാസനകളെ പൂർത്തീകരിക്കാനാണ് നമ്മൾ ശരീരം എടുത്തിരിക്കുന്നത്, അല്ലാതെ പുതിയ വാസനകൾ ഉണ്ടാക്കാനല്ല. പുതിയ വാസനകൾ ഉണ്ടാക്കൽ ഇനി അനേക ജന്മങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ആ കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നവൾ ചാമുണ്ട. നമുക്ക് എന്താ? നമ്മുടെ സുഖസ്വരൂപത്തെ, അതായത് നമ്മുടെ ആക്ഷനും റിയാക്ഷനിലും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ, നമ്മുടെ കർമ്മങ്ങളിലോ അകർമ്മങ്ങളിലോ വികർമ്മങ്ങളിലോ ഒന്നുമല്ല, ഇതിനപ്പുറത്ത് നിൽക്കുന്ന ആ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കി തരുന്ന ദേവിയാണ്, ഈ അനുഭവത്തെ തരുന്ന ദേവിയാണ് ചാമുണ്ട. ഇതിനെയാണ് നമ്മൾ ബ്രഹ്മവിദ്യ പ്രദായിനി എന്ന് പറയുന്നത്. കാരണം ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കർമ്മമാണ്, ഇന്ദ്രിയ ഭോഗങ്ങളാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്ന നമുക്ക് ആ ഹയർ ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഉയർന്ന തലത്തെ ജ്ഞാനത്തെ അറിയാൻ പറ്റുന്നില്ല. ആ ടോട്ടൽ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആ ഒരു സുഖം എന്താണ് നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. ഈ ആനന്ദ സ്വരൂപിണിയായിരിക്കുന്ന ദേവി എന്താണ് ചെയ്യുന്നത്? ചാമുണ്ടായേ വിച്ചേ. വിച്ചേ എന്ന് പറഞ്ഞാൽ എന്താ? സച്ചിദാനത്തെ സത്ത ചിത്ത ആനന്ദത്തെ തരുന്നവളാണ്. വിത്ത പ്ലസ് ചാ പ്ലസ് സി, അതാണ് വിച്ചേ. വിത്ത് എന്ന് പറഞ്ഞാൽ നോളജ് ആണ്, ജ്ഞാനശക്തിയാണ്. ച എന്ന് പറഞ്ഞാല് സത്താണ്, ഈ എന്ന് പറഞ്ഞാൽ ആനന്ദം. അപ്പൊ സത്ത ചിത്ത ആനന്ദം തരുന്നവള്. അപ്പൊ നോക്കൂ എത്ര വലിയ മന്ത്രാണത്. ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ച്. ഈ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് എന്താ? ഈ ഈ മുഴുവനും ദേവി മഹാത്മ്യത്തിന്റെ ബീജമാണ്. ഈ മന്ത്രം ജപിച്ചാൽ മാത്രം മതി, ദേവി മഹാത്മ്യം ജപിക്കുന്നതിന് തുല്യമാണ്. ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രത്തിന്റെ എക്സ്പാൻഷൻ ആണ്. ഇതിൽ നിന്ന് വരുന്ന 700 ശ്ലോകങ്ങളാണ് ഇതെല്ലാം. കാരണം ഈ സത്വചിത്ത ആനന്ദം ഉപാസകൻ എങ്ങനെ കൊടുക്കണു? ഈ ഐമിലൂടെയും ഹ്രീമിലൂടെയും ക്ലീമിലൂടെയും നമ്മുടെ 3 മലത്രയങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ പ്യൂരിഫൈ ചെയ്ത്, നമ്മളെ എന്താ ആവരണ വിക്ഷേപങ്ങൾ എന്താണോ നമ്മുടെ ആത്മാവ് പ്രകാശിക്കാതിരിക്കാൻ അതിനെ എന്താ പറയാ മറച്ചിരിക്കുന്ന ആ 3 തലങ്ങളെ മാറ്റുന്ന മഹാമന്ത്രമാണ് നവാക്ഷരി മന്ത്രം. അപ്പൊ ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് ആദ്യം എന്താ? ഈ നവാക്ഷരി മന്ത്രം നന്നായിട്ട് മനസ്സിലാക്കി നമ്മുടെ ഉള്ളില് ഈ ജപിക്കുമ്പോ ഐം ഹ്രീം ക്ലീം 3 മണ്ഡലങ്ങളെ, അതായത് നമ്മുടെ ഇച്ഛാജ്ഞാന ക്രിയാശക്തികളെ കണ്ടുകൊണ്ട് മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി സ്വരൂപിണിയായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ദുർഗാ പരമേശ്വരിയെ കണ്ടുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. ഇപ്പൊ ചാമുണ്ട നമ്മുടെ ഡ്യുവാലിറ്റി, ഈ ദ്വൈത പ്രപഞ്ചത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ ചണ്ടനെയും മുണ്ടനെയും ഇല്ലാതാക്കി നമ്മുടെ ശരീരാഭിമാനത്തെയും ആ ബുദ്ധിയിൽ അഭിമാനിക്കും മനസ്സിലുള്ള മിഥ്യധാരണകളെ എല്ലാം മാറ്റി സത്വചിത്ത ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അതിശക്തിയായിട്ടിരിക്കുന്ന, അതായത് ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്ന സ്വരൂപമായിട്ടിരിക്കുന്ന മഹേശ്വരിയായിരിക്കുന്ന ദേവി ദുർഗാ പരമേശ്വരി. ഈ ഒരു കാര്യം നല്ലവണ്ണം മനസ്സിലാക്കി വേണം ഈ മന്ത്രം ഇത് ജപിക്കും. ദേവി മഹാത്മ്യം വായിക്കുന്നതിന് മുമ്പ് ഈ സ്വരൂപത്തെ സങ്കല്പിച്ച് തന്നെ വേണം ജപിക്കാൻ.
കാരണം എന്താണ്? നമ്മുടെ ഈ വേദങ്ങള്, ഈ ഋക്ക്, യജുസ്, സാമം, അഥർവം, ബ്രാഹ്മണങ്ങള്, ആരണ്യകങ്ങള്, സംഹിത, നിരുക്തം, ജ്യോതിഷം, വേദാംഗങ്ങള് എല്ലാം ഈ ഒരു മന്ത്രത്തിനകത്ത് വന്നിട്ടുണ്ട്. കാരണം എന്താ? ഈ ഡ്യുവാലിറ്റി ഇല്ലാതിരിക്കുന്ന, ഏകമായിരിക്കുന്ന സത്യത്തെയാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ആദ്യം നമുക്ക് വേദങ്ങളായിരുന്നു, ആ വേദങ്ങളും മനസ്സിലാകാതായപ്പോ നമ്മൾ ഓരോ തലത്തിൽ, ഓരോ യുഗങ്ങളിൽ നമുക്ക് മനുഷ്യന്റെ ബുദ്ധി കുറഞ്ഞു വന്നു. പിന്നെ എന്തായി? ബ്രാഹ്മണങ്ങളെ സംഹിതയിലേക്ക് വന്നു, അതും മനസ്സിലാവാതെ വന്നു. ഉപനിഷത്തുകൾ മനസ്സിലാകാതെ വന്നപ്പോ എന്തായി? ഈ കലിയുഗത്തിൽ നമുക്ക് പുരാണങ്ങളിൽ 18 പുരാണങ്ങൾ അല്ലെ? കാരണം സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവാതെ വന്നു. അവര് യഥാർത്ഥ സ്വരൂപത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. കാരണം 4 യുഗങ്ങളിൽ 4ാമത്തെ യുഗമായിട്ടുള്ള കലിയുഗത്തില്, സത്യയുഗത്തിൽ ഈശ്വരനുമായിട്ട് എത്ര അടുത്തിരുന്നു അത്രത്തോളം അകന്നുപോയി. ഈശ്വരൻ വെളിയിൽ എവിടെയാണ്, അകത്താണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാതായി. അങ്ങനെയുള്ളവർക്ക് പുരാണങ്ങളാണ് ഇത്. കാരണം ഈ പുരാണങ്ങളിലൂടെ, കഥകളിലൂടെ നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈശ്വരൻ എവിടെയാണ്, ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ഈ ജന്മം എടുത്തത് എന്നുള്ള കാര്യങ്ങൾ അല്ലെ? അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത് ഇന്ന് തന്ത്രശാസ്ത്രമാണ്, ആഗമങ്ങളും നിഗമങ്ങളും നമുക്കറിയാം അല്ലെ? അങ്ങനെ ഈ ഇതിഹാസങ്ങള്, രാമായണ, മഹാഭാരതം, 18 പുരാണങ്ങള്, ഇതിലൂടെ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന വേദ തത്വത്തെ, എന്താ വേദതത്വം? അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, ഇങ്ങനെയുള്ള മഹാവാക്യങ്ങളെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കഥകളുടെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇതിഹാസ പുരാണങ്ങള്. അതിലെ 18 പുരാണത്തിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പുരാണമാണ് മാർക്കണ്ഡേയ പുരാണം എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ആ ഒരു ജൈമിനി മഹർഷി പറയുന്ന മാർക്കണ്ഡേയ പുരാണങ്ങളില് നമുക്കറിയാം, ലളിതാ സഹസ്രനാമവും ഒരു പുരാണത്തിൽ നിന്ന് വന്നതാണ് അല്ലെ? ശരിക്കും ഈ പുരാണങ്ങളെല്ലാം തന്നെ ഈ ഓരോ ഈശ്വരനെ, വിഷ്ണു ആവട്ടെ, ശിവനാവട്ടെ, ശക്തിയാവട്ടെ, ഗണപതി ആവട്ടെ, ഇപ്പൊ ഗണേശ പുരാണമുണ്ട്, വൈഷ്ണവ പുരാണങ്ങളുണ്ട്. അപ്പൊ ഇതിലെല്ലാം എന്താ? ഒരു ഈശ്വരനെ ഉയർത്തി കാണിക്കണം. എന്താ? ആ ഈശ്വരനെ സ്വീകരിക്കുന്നവർക്ക് അതിലൂടെ മാത്രം അന്യദേവതാ ഭജനത്തിന്റെ ആവശ്യമില്ല. ഏത് ഈശ്വരനെയാണോ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്നത്, ആ ഈശ്വരനിലൂടെ നമുക്ക് യഥാർത്ഥ സത്ത ചിത്ത ആനന്ദത്തിൽ എത്തിച്ചേരാം. അപ്പൊ നമ്മൾ ശക്തയെ ഉപാസകരെന്താ? ശക്തിയാണ് നമ്മൾ ഉപാസിക്കുന്നത് അല്ലേ? അപ്പൊ ദേവിയെ നമുക്ക് എങ്ങനെ അനുഭവപ്പെടാം? അതാണ് ഈ നവാക്ഷരി മന്ത്ര ജപത്തിലൂടെ ദേവി മഹാത്മ്യത്തെ നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താ? മാം അനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ, എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയത്തില് ഞാനായിട്ട് തീരും, ഭഗവാൻ പറയണു അല്ലെ? അപ്പൊ അതുപോലെ ഈ നവാക്ഷരി മന്ത്ര ജപത്തിലൂടെ നമ്മള് ദേവി മഹാത്മ്യത്തെ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ മന്ത്രം ബേസ് ഇല്ലാതെ ഒരിക്കലും ദേവി മഹാത്മ്യം പൂർണ്ണമാവില്ല. അപ്പോ എന്താണ് നമ്മുടെ നമ്മുടെ എന്താ പറയുക, ദിവസം പ്രതി നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം എല്ലാം തന്നെ നമ്മുടെ മനസ്സ് എന്താ പറയാ, സമചിത്തതയില്ലാതെ ഇന്ദ്രിയ വിഷയങ്ങളില് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്.